ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ നട്ട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരു മാസം ആവുന്നുണ്ട്. എൻ്റെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും റെഗുലറായിട്ട് ഇടാൻ പറ്റിയില്ല. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇനി റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഈ പ്ലാന്റ്സ് നമുക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലാന്റ്സ് വന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അവർ അയച്ചിരിക്കുന്നത്. എന്നാലും നമുക്ക് ഇവിടെ കൈ കിട്ടിയപ്പോഴത്തേന് 6 to 7 ഡേയ്സ് എടുത്ത്. അതുകൊണ്ട് എങ്ങനെയായിരിക്കും പ്ലാന്റ്സ് എന്നൊന്നും നമുക്കറിയാം. ഗ്രീൻ പാരഡൈസ് നഴ്സറിയിൽ നിന്നാണ് നമുക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ അയച്ചിരിക്കുന്നത്. ഇവർക്ക് യൂട്യൂബും ഉണ്ട്, യൂട്യൂബിൽ ഇവരുടെ ചാനലുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ പേജസും ഉണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ഈ പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്തത്. സക്യുലൻസ് ആണ് എല്ലാം. നമുക്കിപ്പം ഏതൊക്കെയാണ് പ്ലാന്റ്സുകളാണെന്ന് നമുക്കിപ്പം വീഡിയോയിൽ കാണാം. ഈ ഒരു ബോക്സിലാണ് അവർ പ്ലാന്റ്സുകളൊക്കെ അയച്ചിരിക്കുന്നത്. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡുകൾ കൊണ്ടാണ് ഈ ബോക്സ് അവർ റെഡിയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബോക്സിൽ നല്ല ഹോളുകളും അവർ കൊടുത്തിട്ടുണ്ട്. കട്ടിയുള്ള ബോർഡ് ആയതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനൊന്നും ഒരു കേടുവരാൻ ഒരു ചാൻസും ഇല്ല. അതുപോലെ നല്ല രീതിയിലാണ് ഇവർ പാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സ് നോക്കാം. പ്ലാന്റ്സിനൊന്നും ഒരു കേട് വരാത്ത രീതിയിൽ ടിഷ്യൂ പേപ്പർ വെച്ച്, നീളത്തിലുള്ള ടിഷ്യൂ പേപ്പർ വെച്ച് നല്ല രീതിയിൽ റാപ്പ് ചെയ്തിട്ടാണ് പ്ലാന്റ്സുകളൊക്കെ വന്നിരിക്കുന്നത്. അതിന് മുകളിൽ ടിഷ്യൂ പേപ്പർ കൂടാതെ അതിന് മുകളിൽ ഒരു ന്യൂസ് പേപ്പറും വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണ്. പ്ലാന്റ്സിന് ഒരു കേടും വരാത്ത രീതിയിലാണ് പാക്ക് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ ഇത്രയും ദൂരത്തുനിന്ന് വരുന്നതല്ലേ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്നതായതുകൊണ്ട് തന്നെ, ഇത്രയും ദൂരത്തുനിന്ന് വരുന്ന സക്യുലൻസ് ആയതുകൊണ്ട് തന്നെ ചില ലീഫുകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതളുകൾ ചിലതൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ പ്ലാന്റ്സിൻ്റെയും ഒന്നും അങ്ങനെ വന്നിട്ടില്ല, ചിലതിൻ്റെയൊക്കെ. നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സക്യുലൻസ് വേണമെങ്കിൽ ധൈര്യമായി ഇവരുടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു സെല്ലറാണ്. നമ്മളാണെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരുപാട് കാറ്റലോഗിൽ ഒരുപാട് പ്ലാൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കോംബോ ഓഫറായിട്ട് പ്ലാൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ വാങ്ങിയത് ഒരു കോംബോ ഓഫറിലാണ്. ഒരു 10 പ്ലാന്റ് വരുന്ന ഒരു കോംബോയിൽ 649 രൂപയാണ് നമുക്കായത്. അതുകൂടാതെ 99ൻ്റെ 2 84ൻ്റെ ഒരെണ്ണവും ഞാൻ മേടിച്ചായിരുന്നു. അത് 3 പ്ലാന്റ്സ് കൂടെ സെപ്പറേറ്റ് ഞാൻ മേടിച്ചായിരുന്നു. അതെല്ലാം കൂടെ നമുക്ക് 936 രൂപയായി. അതിൻ്റെ കൂട്ടത്തിൽ കൊറിയർ ചാർജ് ആയിട്ട് 180 രൂപ മാത്രമേ ആവുന്നുള്ളൂ. എല്ലാം നല്ല പ്ലാന്റ്സുകളാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാവുന്നതാണ്. എനിക്ക് ടോട്ടൽ ആയത് 1086 രൂപയാണ്. ഇവരുടെ കാറ്റലോഗിൽ സക്കുലൻസ് പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് മോൺസ്റ്റർ ഡെലിഷ്യസ് അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സുകൾ, വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ ഇവരുടെ കയ്യിലുള്ളതായിട്ട് കാണാം. നമുക്ക് വേണമെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അവർ നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. അതുമാത്രമല്ല, നമുക്ക് വിശ്വസിച്ച് മേടിക്കാവുന്നതാണ്. പിന്നെ ഇത്രയും ദൂരത്തുനിന്ന് വരുന്നത് കൊണ്ട് തന്നെ 6 to 7 ഡേയ്സ് എടുക്കും ഇനി വരുമ്പോഴത്തേന്. ആ ഒരു ഡിലേ ഉണ്ട്. സ്പീഡ് പോസ്റ്റിലാണെങ്കിലും ഇത്രയും ദൂരത്തുനിന്ന് വരുന്നതുകൊണ്ട് ആ ഒരു താമസമുണ്ട്. അല്ലാതെ പ്ലാന്റ്സുകളൊക്കെ വന്നതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. പ്ലാന്റ്സുകളൊക്കെ വന്നത് നല്ല പ്ലാന്റ്സുകൾ നോക്കി നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ ലീഫുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പൊഴിഞ്ഞു പോയത് നമ്മൾ വന്ന പ്ലാന്റ്സുകൾ അതിൻ്റെ ഈ കരിഞ്ഞതും അഴുകിയതും ഒക്കെ കുറേയൊക്കെ ഇങ്ങ് ഇളക്കി മാറ്റിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലൊന്ന് നല്ല രീതിയിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത്രയും ദൂരം വന്നതല്ലേ, 6-7 ദിവസം വെള്ളമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ലീഫുകൾ കുറേ പൊഴിഞ്ഞു പോയതിൽ നല്ലത് നോക്കിയെടുത്തിട്ട് അത് നമുക്ക് പ്രൊപ്പഗേഷനായിട്ട് വെക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ പ്ലാന്റ്സും ഞാൻ ഇതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാ പ്ലാന്റ്സും നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് റേറ്റ് ഒന്നുമില്ല. നമ്മൾ ഇവിടുന്ന് നഴ്സറികളിലൊക്കെ മേടിക്കുമ്പോൾ ഒരു പ്ലാന്റ്സിന് 250, 150 രൂപയുടെയൊക്കെ വളരെ ചെറിയ ക്യാറ്റസൊക്കെ ഉള്ളൂ. അല്ലാതെ ഈ സെക്യുലൻസിനൊക്കെ നല്ല റേറ്റാണ് ഇവിടെ ഞാൻ ഓരോരുത്തരത്തൊക്കെ പോകുമ്പോൾ കാണുന്നത്. അതൊക്കെ അപേക്ഷിച്ച് നല്ല റേറ്റ് കുറവ് നമുക്ക് ഇവരുടെ നിന്ന് മേടിക്കുമ്പോൾ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, കോംബോ ഓഫറിലൊക്കെ മേടിക്കുമ്പോൾ 10 പ്ലാന്റ്സൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ കളക്ഷനിൽ ഇതുപോലെ സെക്യുലൻസ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് സെക്യുലൻസ് മേടിക്കാൻ ഈ കോംബോ ഓഫർ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ്.
നമുക്ക് ഈ പ്ലാന്റ്സിൽ നിന്ന് ഈ പൊഴിഞ്ഞു പോയ ഇതളുകൾ നമുക്കെടുത്ത് നല്ലത് നോക്കി നമുക്ക് പ്രൊപ്പഗേഷൻ വെക്കാം. ഈ ചീഞ്ഞ് പോയതൊക്കെ നമുക്കെടുത്ത് മാറ്റി വെക്കാം. ഈ ചൂട് കാലാവസ്ഥയിൽ ഇത്രയും ദൂരത്ത് നിന്ന് വരുമ്പം പ്ലാന്റ്സൊക്കെ ഇതിലൊക്കെ പൊഴിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ്. ഇനി നമുക്ക് ഇവയുടെ പോട്ട് മിക്സ് നോക്കാം. സക്യുലൻറ്റിൻ്റെ പോട്ട് മിക്സിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പെർലൈറ്റ് ആണ്. നല്ല രീതിയിൽ വായുസഞ്ചാരം കിട്ടാൻ പെർലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മളിതിലേക്ക് മണലാണ് എടുക്കുന്നത്. മണലും നമുക്ക് എടുക്കുമ്പോൾ പുഴമണലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചകിരിച്ചോറ് ചേർക്കുക. നമുക്ക് വേണമെങ്കിൽ പിന്നീട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ക്ലേ ബോൾസ് ആണ് ഇടുന്നത്. നമുക്ക് വെള്ളമൊന്നും കെട്ടി നിൽക്കാതിരിക്കാനാണ് നമ്മൾ ക്ലേ ബോൾസ് എടുക്കുന്നത്. നമുക്ക് വെള്ളം ഇതിലേക്ക് പിടിക്കും. പിന്നെ ഇതിന് വളത്തിനായിട്ട് ഞാനാണെങ്കിൽ എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഡ്രൈ ലീവ്സ്. ഞാൻ ഇവരോട് പോട്ട് മിക്സ് എന്താണെന്ന് ചേർക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഡ്രൈ ലീവ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ലീവ്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഡ്രൈ ലീവ്സ് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഇച്ചിരി നല്ലത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രൈ ലീവ്സ് ഇതുപോലെ നല്ല രീതിയിൽ പൊട്ടിച്ച് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ കുടഞ്ഞ് പിന്നെ ഇച്ചിരി ചകിരിച്ചോറും കൂടി ഇട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പോട്ട് മിക്സ് നമ്മൾ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ നല്ലൊരു വായുസഞ്ചാരം കിട്ടും. വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ട് മിക്സാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ പ്ലാന്റൊക്കെ നശിച്ചു പോകാൻ ഇടയാവും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പോട്ട് മിക്സ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു പോട്ട് എടുക്കുക, അതിലേക്ക് കുറച്ച് ക്ലേ ബോൾസ് ചേർത്ത് കൊടുക്കുക അടിയിൽ, വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകാൻ വേണ്ടി. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല തണലുള്ളിടത്ത് വേണം നമ്മൾ പ്ലാന്റ്സ് വെക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അല്പം വെയിലുള്ളിടത്തോട്ട് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മളെടുത്ത് വെയിലത്തോട്ടെടുത്ത് വെക്കരുത്. അത് പെട്ടെന്ന് ചീഞ്ഞു പോകും. നമ്മൾ ഇച്ചിരി അത്യാവശ്യം തണലുള്ളിടത്ത് വേണം ഇത് വെക്കാൻ വേണ്ടി. നമുക്ക് ഓരോ പ്ലാന്റുകളും നമുക്കിതിലൊക്കെ നട്ട് വെക്കാം. നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കേട്ടോ. ഒരാഴ്ചയിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയത്തില്ലേ, നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് സെല്ലറിൽ പ്ലാന്റ്സുകളൊക്കെ മേടിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഓരോ പോട്ടുകളൊക്കെ ഓരോന്നിലും ഓരോന്ന് വെക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പം പോട്ടുകളൊന്നും മേടിച്ചത് ഇവിടെ ഇരിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു പോട്ട് എടുത്ത് അതിലേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് നട്ട് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് പിടിച്ച് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നിന്ന് എടുത്ത് വേറെ പോട്ടിലൊക്കെ മാറ്റാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇത് വളരുന്നതനുസരിച്ച് വളർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാ പ്ലാന്റ്സിനോടും ഇതിനകത്ത് നിൽക്കാൻ ഇടം കിട്ടിയെന്ന് വരത്തില്ല. ഞാൻ എല്ലാ പ്ലാന്റ്സിനകത്ത് നടന്നില്ല, കുറച്ച് വേറെ മാറ്റി നടന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നേരിട്ട് ഇവയുടെ മുകളിലോട്ട് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കരുത്. നമ്മളാണെങ്കിൽ ചെറിയ രീതിയിൽ അതിൻ്റെ ചെടിയുടെ മുകളിലൊന്നും തട്ടാതെ ഈ മണലിലേക്ക് നേരിട്ട് വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അതും ഒരു ദിവസം നമ്മൾ വെള്ളം കൊടുക്കുന്ന ദിവസം നല്ല രീതിയിൽ വെള്ളം മാറുന്ന പോലെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. അതും ഇതിൻ്റെ ഈ നടുക്ക് ഭാഗത്തൊന്നും വീഴരുത്. വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചീഞ്ഞ് പോയില്ല ലീഫേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ഇടാൻ തോന്നുകയുള്ളൂ. അതുമാത്രമല്ല നമ്മുടെ ചാനലിന് ഗ്രോത്ത് വേണമെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ പ്ലാന്റ്സുകളെല്ലാം നട്ട് കഴിഞ്ഞു. നമുക്ക് ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ ക്ലേ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അപ്പോഴ് ക്ലേ ബോൾസ് ഇട്ട സമയത്ത് ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് വീഡിയോ പിന്നെ എടുക്കാൻ പറ്റിയില്ല. എല്ലാ പ്ലാന്റ്സ് നട്ടതിന് ശേഷമുള്ള ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇതിനകത്ത് ബാക്കി വന്ന ലീവ്സുകളുണ്ടല്ലോ, പൊഴിഞ്ഞു പോയ ഇതളുകൾ, ഈ ഇതളുകളെല്ലാം കൂടെ നമ്മളിതിൻ്റെ പ്രിപ്പറേഷനായിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.